ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകമാണ്. അത് മുഴുവനായും കണ്ടിട്ടില്ല. നമ്മൾ അതിൻ്റെ അർത്ഥം വിശദമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് ആ ശ്ലോകം? ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതും മനസ്സിലാക്കുകയുണ്ടായി. ജ്ഞാനയോഗവും കർമ്മയോഗവും ഇത് രണ്ടും ഒരു മനുഷ്യൻ്റെ ആധ്യാത്മിക പുരോഗതി ആവശ്യമാണ്. പക്ഷേ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് വേണം നാം ഇതിൽ ഈ രണ്ട് പാതകളിൽ വെച്ച് ഓരോന്നിനെ തിരഞ്ഞെടുക്കുവാൻ എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇനിയും ഇതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടില്ല. ഒന്നുകൂടി ആഴത്തിൽ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാനുണ്ട്. ശ്രദ്ധിക്കൂ, ഇനി ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ. ആധ്യാത്മികമായ സാധനാ പരിശീലനങ്ങൾ ചെയ്യാൻ യോഗ്യരായ വ്യക്തികൾ, അവരെ നമുക്ക് രണ്ടു തരത്തിൽ വേർതിരിക്കാൻ സാധിക്കും. ഏതാണത്? അതിലൊന്നാമത്തെ കൂട്ടർ, അവർ ശാന്തമായിരുന്ന് ഏകാന്തമായി മൗനമായി ധ്യാനവും ചിന്തനവും ചെയ്ത് സത്യത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്നവരായിരിക്കും. ഇനി രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത്, അവർക്ക് ഏകാന്തമായി ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ഇരിക്കാൻ സാധിക്കില്ല. അവർക്ക് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുവാനായിരിക്കും താല്പര്യം. ധ്യാനത്തോട് അവർക്ക് വലിയ താല്പര്യം കാണില്ല. ഇങ്ങനെ രണ്ടു കൂട്ടരുണ്ട്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ഈ വ്യത്യസ്തമായ താല്പര്യങ്ങളുള്ള രണ്ടു വിഭാഗത്തിൽപ്പെട്ടവർക്കും മനോവികാസത്തിന് ഒരു പാത മാത്രം നിർദ്ദേശിച്ചു കൊടുത്താൽ അത് ഒരു വിഭാഗത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കും. കാരണം രണ്ടു പേർക്കും വ്യത്യസ്തമായ മാർഗങ്ങളാണ് സ്വീകരിക്കാൻ സാധിക്കുന്നത്, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്. ഇപ്പോൾ മനസ്സിലാകുന്നില്ലേ? ഈ ഭഗവത്ഗീത എന്നത് ഹിന്ദു സംസ്കൃതിയുടെ ഒരു പുസ്തകം മാത്രമല്ല. ഇതെത്രത്തോളം ഓരോ മനുഷ്യൻ്റെയും താല്പര്യങ്ങൾക്ക് കൂടി സ്ഥാനം നൽകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിൻ്റെ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ, അതിലേക്ക് നമ്മൾ വരുമ്പോൾ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെയും വികാസത്തിലേക്ക് നാം ഈ ഗീതാശാസ്ത്രത്തെ കൊണ്ടുവരുമ്പോൾ ഈ ഗീത നമുക്ക് രണ്ട് മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ മാനസികവും ബുദ്ധിപരവുമായ താല്പര്യങ്ങൾക്കനുസരിച്ച് രണ്ട് മാർഗങ്ങൾ ഈ ശാസ്ത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ജ്ഞാനയോഗവും കർമ്മയോഗവും. അങ്ങനെ ഇവിടെ ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ആധ്യാത്മികമായ മാനസികമായ പുരോഗതിക്ക് വേണ്ടി നമുക്ക് മുമ്പിൽ രണ്ട് മാർഗങ്ങളെ കാണിച്ചു തരികയാണ്. ധ്യാനയോഗികൾക്ക് ജ്ഞാനയോഗത്തിൻ്റെ പാതയും, ഇനി കർമ്മയോഗികൾക്ക് കർമ്മയോഗത്തിൻ്റെ പാതയും. ഇനി ഈ ശ്ലോകത്തിൻ്റെ ഒന്നാമത്തെ വരിയിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താ മയാനക. പുരാ പ്രോക്താ മയാനക. ഈ വരി ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. ആദ്യം തന്നെ ഇവിടെ കൃഷ്ണനെക്കുറിച്ചൊരു സൂചന കൃഷ്ണൻ തന്നെ ഇവിടെ നൽകുന്നുണ്ട്. ഞാനിത് മുൻപ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഗീതാശാസ്ത്രം ദേവകീദേവിയുടെ പുത്രനായ കൃഷ്ണൻ പറഞ്ഞു തന്നതാണെങ്കിൽ ഈ കൃഷ്ണൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിലെ നിരീക്ഷണങ്ങളിലൂടെ ആർജിച്ചെടുത്ത ജ്ഞാനമായിരിക്കണം. ഇനി നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കൂ. നമ്മൾ എത്രയോ സയൻറ്റിഫിക് തിയറികൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? ശാസ്ത്രജ്ഞന്മാർ പല തവണ പല പരീക്ഷണങ്ങൾ നടത്തി അവർക്ക് ചില സത്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ അത് സമയത്തിനനുസരിച്ച് അവരിന്ന് കണ്ടെത്തിയ തിയറി ഒരുപക്ഷെ നാളെ വേറൊരു ശാസ്ത്രജ്ഞൻ ഒന്നുകൂടി ആഴത്തിൽ പരീക്ഷണം നടത്തുമ്പോൾ ആ തിയറി ശരിയാകണമെന്നില്ല. ആദ്യം ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരുന്നത് ആറ്റം ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു. എന്നാൽ പിന്നീടുള്ള പരീക്ഷണങ്ങളിൽ മനസ്സിലായി ആറ്റം അതും ഡിവിസിബിളാണ്. ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ശ്രദ്ധിക്കൂ. ശാസ്ത്രത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച്, കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് നാം നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന അറിവിനും വ്യത്യാസങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഭഗവത്ഗീത ദേവകീപുത്രനായ ഒരു കൃഷ്ണനിൽ നിന്നു മാത്രം അദ്ദേഹം അർജുനന് പകർന്നു നൽകിയ അറിവാണെങ്കിൽ കാലക്രമേണ അതിലും മാറ്റങ്ങൾ സംഭവിച്ചേ പറ്റൂ. ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ ഗീത, നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ ഗീത വെറും ഒരു ദേവകീപുത്രനായ
കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തതല്ല എന്നാണ്. അതാണ് ഭഗവാൻ പറയുന്നത്, പുരാ പ്രോക്താമയാനക, ഞാനിത് നേരത്തെ തന്നെ സൂര്യന് പറഞ്ഞു കൊടുത്തിരുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഞാൻ ഈ അറിവിനെ പകർന്നു കൊടുത്തിട്ടുണ്ട് എന്ന് കൃഷ്ണൻ പറയുമ്പോൾ ഒന്ന് ബുദ്ധിപൂർവ്വം ആലോചിച്ചു നോക്കൂ. ദേവകീപുത്രനായ കൃഷ്ണൻ എങ്ങനെയാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇതും പറഞ്ഞു കൊടുക്കുക? കൃഷ്ണൻ ജനിക്കുന്നത് ദേവകീ ദേവിയുടെ പുത്രനായിട്ട്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദേവകീപുത്രനായി കൃഷ്ണൻ ജനിച്ചിരുന്നില്ലല്ലോ. ഇവിടെ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ഞാനിത് പുരാ പ്രോക്താമയാനക, സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഈ രണ്ട് പാതകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടു. അതിലൂടെ ഭഗവാൻ കൃഷ്ണൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു, ഈ നിമിഷം ഇവിടെ നിൽക്കുന്ന കൃഷ്ണൻ ദേവകീ ദേവിയുടെ പുത്രനായിട്ടോ, അർജുനൻ്റെ സുഹൃത്തായിട്ടോ, ഗോപികമാരുടെ പ്രിയപ്പെട്ട കണ്ണനായിട്ടോ, വൃന്ദാവനത്തിലെ നീലക്കണ്ണനായിട്ടോ അല്ല. അതല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഒരു മഹാപണ്ഡിതനായിട്ടുമല്ല. ഈ നിമിഷം ഇവിടെ കൃഷ്ണൻ നിൽക്കുന്നത് ആസ് എ മാൻ ഓഫ് സെൽഫ് റിയലൈസേഷൻ, ഒരു ആത്മജ്ഞാനിയായിട്ടാണ്, ഒരു മുനിയായിട്ടാണ്. ഭാരത ചരിത്രത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു യോഗിയായിട്ടാണ്. അർജുനൻ്റെ സുഹൃത്തോ പാണ്ഡവരുടെ ഹിതകാംക്ഷിയോ അല്ല ഇവിടെ ഈ നിമിഷം. തൻ്റെ ഉള്ളിലുള്ള ദിവ്യമായ ഈശ്വരീയ ചൈതന്യത്തോട്, ആ ബോധശക്തിയോട് പൂർണ്ണമായും താതാത്മ്യപ്പെട്ട് ഈ ജഗത്തിൻ്റെ മുഴുവൻ കാരണമായ ഈ ബ്രഹ്മമായി, നാം ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണമായ ആ ചൈതന്യമായി, ബോധശക്തിയായി, എല്ലാത്തിനും നിലനിൽപ്പ് കൊടുക്കുന്ന, എല്ലാം ഏതൊരു ശക്തിയിലാണോ നിൽക്കുന്നത് ആ ബ്രഹ്മമായി തന്നെയാണ് ഇവിടെ ഈ നിമിഷം കൃഷ്ണൻ അർജുനനോട് സംസാരിക്കുന്നത്. അന്വേഷിക്കൂ, അന്വേഷിച്ച് സത്യം എന്താണെന്ന് അനുഭവിച്ചറിയണം. ഈ ശ്ലോകങ്ങളിലേക്ക് ആഴത്തിൽ ചിന്തനത്തിലൂടെ നാം ഇറങ്ങിച്ചെല്ലണം. മനസ്സിനെയും ബുദ്ധിയെയും കൂടുതൽ കൂടുതൽ നമ്മൾ ഏകാഗ്രമാക്കിക്കൊണ്ടിരിക്കണം. ഏതിലൂടെ? സാധനാനുഷ്ഠാനത്തിലൂടെ. എങ്കിൽ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ രഹസ്യ കവാടം തുറന്നുകൊണ്ട് ഇതിൻ്റെ അറിവിനെ ഗ്രഹിക്കുവാൻ സാധിക്കുന്നതാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ ഒരിക്കലും മടിക്കരുത്. ഏവർക്കും പ്രണാമം. ഹരി ഓം.